നമസ്കാരം കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ദിനംപ്രതി മാധ്യമങ്ങളിൽ നിറയുന്നത്. ഒരു മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചിരിക്കുന്നു. വീണ് പരിക്കേറ്റെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പിതാവിന്റെ മരണം മകന്റെ മർദ്ദനമേറ്റ പരിക്കുകൾ കാരണമാണെന്ന് പോലീസാണ് കണ്ടെത്തിയത്. ഏകരൂർ സ്വദേശി നീരിറ്റിപ്പറമ്പിൽ ദേവദാസിന്റെ മരണത്തിൽ ദുരൂഹത തോന്നി പോസ്റ്റ്മോർട്ടം നടത്തുകയും മകനെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് സംഭവം ചുരുളഴിഞ്ഞത്. മദ്യലഹരിയിലായിരുന്ന മകൻ അക്ഷയ് ദേവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകൻ നടത്തിയ മർദ്ദനമാണ് ദേവദാസിന്റെ ജീവനെടുത്ത പരിക്കുകൾക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ അക്ഷയ് ദേവ് കുറ്റം സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. നാടിനെ നടുക്കിയ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. തിങ്കളാഴ്ച രാത്രി അച്ഛനും മകനും ഒരുമിച്ച് മദ്യപിക്കുകയും മദ്യലഹരിയിലായ ഇരുവരും തമ്മിൽ അടിയാവുകയും ചെയ്തു. ഏകരൂർ കടമുറിയുടെ വാടക വാങ്ങാനായി പോയ ദേവദാസൻ രണ്ടുപേർക്ക് കഴിക്കാനുള്ള മദ്യവുമായാണ് തിരിച്ചെത്തിയത് എന്നാണ് മകൻ പറയുന്നത്. മദ്യപിച്ച ശേഷം ഉറക്കെ ശബ്ദമുയർത്തിയ അച്ഛനെ ബഹളം നാട്ടുകാർ കേൾക്കാതിരിക്കാൻ കസേരയിൽ കെട്ടിയിട്ടുവെന്നും പിന്നെ നിലത്തിട്ട് ചവിട്ടിയെന്നുമാണ് അക്ഷയ് ദേവിന്റെ മൊഴി. പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നതിനാൽ നടന്ന കാര്യം മുഴുവൻ ഓർക്കുന്നില്ലെന്നാണ് മകൻ മൊഴി നൽകിയത്. 2-ാം തീയതി രാത്രി മർദ്ദനമേറ്റ് ദേവദാസിനെ വേദന കൂടിയതിനെ തുടർന്ന് 3-ാം തീയതി രാത്രിയിലാണ് മകൻ ബാലുശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ബൈക്കിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയെന്നാണ് ഡോക്ടറോട് കളവ് പറഞ്ഞത്. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. 4-ാം തീയതി പുലർച്ചെയാണ് 108 ആംബുലൻസിൽ മകനൊപ്പം മെഡിക്കൽ കോളേജിലെത്തിയ ദേവദാസിനെ സ്കാൻ ചെയ്യുകയും വാരിയലിലെ പരിക്കുൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തത്. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഇയാളെ ഒപ്പം നിൽക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് അക്ഷയ് ദേവ് ഡിസ്ചാർജ് വാങ്ങി പുലർച്ചെ തന്നെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. 4-5 തീയതികളിൽ ഇരുവരും വീട്ടിൽ തന്നെ കഴിഞ്ഞെന്നും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചെന്നുമാണ് മകൻ പറയുന്നത്. എന്നാൽ 6-ാം തീയതിയോടെ ഭക്ഷണം കഴിക്കാൻ പോലും ആവാതെ തീർത്തും അവശനിലയിൽ കട്ടിൽ നിന്ന് വീണ് അബോധാവസ്ഥയിലാണ് ദേവദാസിനെ കാണുന്നത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തു. ബൈക്കിൽ നിന്നും കട്ടിലിൽ നിന്നും വീണ് പരിക്ക് പറ്റിയതാണ് എന്നാണ് മകൻ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് പോലീസ് അക്ഷയ് ദേവിനെ വിശദമായി ചോദ്യം ചെയ്തത്. ആദ്യകാല കരാട്ടെ പരിശീലകനായിരുന്ന ദേവദാസ് മാത്രമാണ് മകനൊപ്പം വീട്ടിൽ താമസിച്ചിരുന്നത്. മദ്യപാനവും പ്രശ്നങ്ങളും കാരണം അമ്മ ഡൽഹിയിലെ മകളുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത്.